my dear and dearest ones. Welcome to Eagle Learning. It's me, your Sri Lakshmi Mas. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ആറ്റം മോഡൽസ് ആണ്. ഏതൊക്കെയാണ്? ജെ തോംസൺ ആറ്റം മോഡൽ ആൻഡ് ഓൾസോ റുദർഫോർഡ്സ് ആറ്റം മോഡൽ. ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരാം, ഈ ഒറ്റ കോണ്ടന്റ് വീഡിയോ മതി ഈ രണ്ട് മോഡലിനെ കുറിച്ചിട്ടും അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഈ മോഡലും അതിന്റെ ലിമിറ്റേഷൻസും അതിന്റെ ഡ്രോബാക്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആണ്. സോ നമ്മുടെ ആദ്യത്തെ മോഡലിലേക്ക് പോവാണ്. ജെ തോംസൺ ആറ്റം മോഡലാണ്. തോംസന്റെ എന്താണ് അറ്റോമിക മാതൃകയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ ഇയർ 1904 അദ്ദേഹം എന്ത് ചെയ്തു? ആറ്റത്തിന്റെ ഒരു മാതൃക കൊണ്ടുവന്നു അല്ലെ. ആ മാതൃകയുടെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഫിയർ ഉണ്ട്. ആ സ്ഫിയറിന്റെ അകത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ എംബഡഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് തന്നെയാണ് ആറ്റം മോഡൽ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് സ്ഫിയർ ആണ്. ഇലക്ട്രോണുകളെ, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളെ അവിടെയും ഇവിടെയുമായിട്ട് പ്ലേസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ എന്തോ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഏതുമായിട്ടാണെന്ന് അറിയോ? നമ്മുടെ വാട്ടർ മെലനുമായിട്ട്. വാട്ടർ മെലൻ നമ്മൾ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു റെഡ് കളർ പോർഷൻ കാണാം അല്ലെ. ഒരു റെഡ് മാസ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അകത്ത് ഒരുപാട് എന്ത് കാണാം? യെസ്, നമ്മുടെ കുരുകൾ അല്ലെ. വാട്ടർ മെലൻ്റെ അകത്തുള്ള സീഡ്സ് നമുക്ക് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് പ്ലേസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ തോംസന്റെയും അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. ഒരു പോസിറ്റീവ് സ്ഫിയർ ഉണ്ട്. ഈ റെഡ് കളർ പോർഷനെയാണ് അദ്ദേഹം എന്തായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്? പോസിറ്റീവ് സ്ഫിയർ ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈ സീഡ്സിനെയാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ആയിട്ടും കമ്പയർ ചെയ്തിരിക്കുന്നത്. വാട്ടർ മെലൻ മോഡൽ എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ജെ തോംസന്റെ അറ്റോമിക് മോഡലിനെ വിളിക്കാറുണ്ട്. വാട്ടർ മെലൻ മോഡൽ എന്ന് മാത്രമല്ല കേട്ടോ, ഇറ്റ് ഈസ് ഹാവിംഗ് അനദർ നെയിം ഓൾസോ. പ്ലം പുഡിംഗ് മോഡൽ എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് കേക്ക് മോഡൽ എന്നും വിളിക്കാറുണ്ട്. നമ്മൾ പ്ലം കേക്ക് നിങ്ങളൊന്ന് ആലോചിച്ചേ. പ്ലം കേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പീസാക്കി മാറ്റുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാം? ആ കേക്ക് പോർഷനും കാണാം. അതുപോലെ തന്നെ അവിടെയും ഇവിടെയുമായിട്ട് റെസിൻസ് അല്ലെ, ഉണക്ക മുന്തിരി ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെയല്ലേ ജെ തോംസന്റെ അറ്റോമിക് മോഡലും. സോ നമ്മൾ എന്തും വിളിക്കാറുണ്ട്? പ്ലം പുഡിംഗ് മോഡൽ എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് കേക്ക് മോഡൽ എന്നും വിളിക്കാറുണ്ട്. സോ നമ്മൾ എന്ത് കണ്ടു? ജെ തോംസന്റെ ആറ്റം മോഡലിനെ കുറിച്ച് കണ്ടു. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ ആറ്റം മോഡൽ നമ്മൾ മാറ്റിവെച്ചു, വേണ്ട എന്ന് വെച്ചു? The drawback അല്ലെ. എന്താണ്? cannot explain the stability of atom. അദ്ദേഹത്തിന് ആറ്റത്തിന്റെ സ്ഥിരത എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. That is how a positive charge in the atom holds the negatively charged electron. ഈ പോസിറ്റീവ് ചാർജ് സ്ഫിയറിൽ ഈ ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളെ എങ്ങനെയാണ് അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് എന്ന് നമ്മുടെ ജെ തോംസന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ പ്ലം പുഡിംഗ് മോഡലിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് മൂവ് ഓൺ ചെയ്തത്? നമ്മുടെ റുദർഫോർഡിന്റെ ആറ്റം മോഡലിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്തത്. ഇദ്ദേഹം ആദ്യം ചെയ്തിരുന്നത് ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ്. എന്താണ്? ഇൻ ദ ഇയർ 1911 he has conducted a gold foil എക്സ്പെരിമെന്റ്. ഗോൾഡ് ഫോയിൽ ഉപയോഗിച്ചിട്ട്, ആൽഫ പാർട്ടിക്കിൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു അടിപൊളി എക്സ്പെരിമെന്റ് ചെയ്തു. അത് ആദ്യം എന്താണെന്ന് അറിയണം അല്ലെ. അദ്ദേഹം ഒരു തിൻ ഷീറ്റ് ആയിട്ടുള്ള ഗോൾഡ് ഫോയിൽ എടുക്കുന്നുണ്ട്. ഇവിടെ കാണുന്നതാണ് ഈ ഗോൾഡ് ഫോയിൽ. മാത്രമല്ല ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും അദ്ദേഹം എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്? ഒരു ഡിറ്റക്ടിങ് സ്ക്രീൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഈ പാസ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിന്റെ പാത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്, ദിശ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ചെറിയൊരു സ്പ്ലിറ്റ് ഇട്ടിട്ട് അതിലൂടെ ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തി വിടുകയാണ് ത്രൂ ഗോൾഡ് ഫോയിൽ. സോ അദ്ദേഹത്തിന് 3 ഒബ്സർവേഷൻസ് ആയിരുന്നു ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് കാണാൻ പറ്റിയത്. 3 ഒബ്സർവേഷൻസ് ആണ്. ഏതൊക്കെയായിരിക്കും? ഈ എക്സ്പെരിമെന്റ് ഇമേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ദ മെജോറിറ്റി ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ പറഞ്ഞ ഗോൾഡ് ഫോയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയൊരു ഡീവിയേഷൻ, സ്മോൾ ഡീവിയേഷൻസ് കാണിക്കുന്നുണ്ട്. നേരെ മറിച്ച് വളരെ ചുരുങ്ങിയ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? തട്ടി അതുപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട് അല്ലെ. ദേ ബൗൺസ് ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇതിന്റെ ഒരു 2D ഇമേജ് നമുക്ക് നോക്കിയാലോ. ഹിയർ യു ക്യാൻ സീ ഇവിടെ ഓരോരോ സർക്കിൾസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ദേ ആർ ദ ഗോൾഡ് ആറ്റംസ്. ഓക്കെ, ഗോൾഡ് ഫോയിലിനകത്തുള്ള ആറ്റംസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ ആരോ മാർക്സ് എന്താണ്? ദേ ആർ ദ ആൽഫ പാർട്ടിക്കിൾസ്. നിങ്ങൾ തന്നെ നോക്കിക്കേ, ഇതിൽ മെജോറിറ്റി പാർട്ടിക്കിൾസും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഗോൾഡ് ഫോയിലൂടെ, അതായത് ഗോൾഡ് ഫോയിലിനകത്ത് അടങ്ങിയിരിക്കുന്ന ഗോൾഡ് ആറ്റംസിലൂടെ മെജോറിറ്റി പാർട്ടിക്കിൾസും കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ,
ചിലത് മാത്രം ദേ ആർ ഹാവിങ് എ സ്മോൾ ഡീവിയേഷൻ. അത് എന്തുകൊണ്ടാണ്? ഈ സെന്ററിലുള്ള പൊസിഷന്റെ അടുത്ത് കൂടെ പോകുന്ന സമയത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആൽഫ പാർട്ടിക്കിൾസ് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഞാനൊരു ക്ലൂ തരട്ടെ. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിലുള്ളതിന് എന്ത് ചാർജ് ആയിരിക്കും? അവർ തമ്മിൽ ഡീവിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഈ പോകുന്നത് എന്താണ്? യെസ്, ആൽഫ പാർട്ടിക്കിൾസ് ആണ്. ദേ ആർ ഹാവിങ് പോസിറ്റീവ് ചാർജ്. അവരിവിടെ ഡീവിയേഷൻ കാണിക്കാൻ കാരണം ഈ സെന്ററിലുള്ള ഭാഗം എന്താണ്? അതൊരു പോസിറ്റീവ് ചാർജ് അടങ്ങിയിരിക്കുന്നു, അതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അല്ലേ. ഇനി നിങ്ങൾ ചില റേഡിയേഷൻസ് നോക്കിക്കേ, ദേ ജസ്റ്റ് ബൗൺസ് ബാക്ക് അല്ലെ, ആ ഒരു പോസിറ്റീവ് പാർട്ടിൽ വന്ന് ഇടിച്ചിട്ട് അതുപോലെ എന്ത് ചെയ്യാണ്? തിരിച്ചു പോവാണ് ചെയ്യുന്നത്. ദീസ് ആർ ദ 3 ഒബ്സർവേഷൻസ്. സോ ഈ 3 ഒബ്സർവേഷൻസിൽ നിന്ന് അദ്ദേഹം എന്ത് ഇൻഫറൻസ് കൊണ്ടുവന്നു? ആറ്റത്തിന്റെ മെജോറിറ്റി സ്പേസും എംപ്റ്റി ആണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം മെജോറിറ്റി റേസും എന്ത് ചെയ്തിട്ടുണ്ട്? കടന്നു പോയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ ആറ്റത്തിന്റെ സെന്ററിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പോസിറ്റീവ് ചാർജ് യെസ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൊണ്ടുവന്നു അല്ലെ. നമ്മുടെ പോസിറ്റീവ് ചാർജ് അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണെന്ന് പറഞ്ഞു. മാത്രമല്ല ദ മാസ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ ന്യൂക്ലിയസ് എന്നുള്ളൊരു പോയിന്റും കൂടിയും അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആറ്റം മോഡലുള്ള പ്രത്യേകതകൾ നമുക്ക് നോക്കിയാലോ. യെസ്, അദ്ദേഹം പറഞ്ഞതുപോലെ ആറ്റം ഹാസ് എ സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു എന്തുണ്ട്? കേന്ദ്രമുണ്ട്. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർ ടു ദ സൈസ് ഓഫ് ദ ആറ്റം അല്ലെ. ആറ്റത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസിന് വലുപ്പം വളരെ എന്താണ്? കുറവാണെന്ന് കാണാൻ സാധിച്ചു. നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ മെജോറിറ്റി ഭാഗവും എന്താണ്? എംപ്റ്റി സ്പേസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? the entire positive charge and most of the mass of the atom it is concentrated in the nucleus. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം എന്താണ്? പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്സ് ഓർ ഓർബിറ്റ്സ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രോണുകൾ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റലുകളിൽ വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രദക്ഷിണം ചെയ്യുന്നു എന്നും കൂടിയും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിനെ സോളാർ സിസ്റ്റവുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കമ്പയർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാല്ലേ. നിങ്ങൾ തന്നെ പറഞ്ഞേ, സോളാർ സിസ്റ്റത്തിന് നടുക്ക് ആരാണുള്ളത്? സെന്റർ ഉണ്ട്. ഇറ്റ് ഇസ് ദ സൺ. ഈ സണ്ണിന് ചുറ്റും ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ യെസ് പ്ലാനറ്റുകൾ റിവോൾവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് റുദർഫോർഡിന്റെ ആറ്റം മോഡലിലും പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആറ്റം ഇസ് ഹാവിംഗ് എ സെന്റർ. എന്തുണ്ട്? ഒരു കേന്ദ്രമുണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാനറ്ററി ആറ്റം മോഡൽ എന്ന് പറയുന്നത്. എന്താണ് പ്ലാനറ്ററി ആറ്റം മോഡൽ? ഈ പ്ലാനറ്ററി ആറ്റം മോഡലിനെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എത്ര പേർക്ക് അതിനെക്കുറിച്ചുള്ള വിവരമുണ്ട്, അറിവുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഡോണ്ട് വറി, നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം? റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ 2 ആറ്റം മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? റുദർഫോർഡ് ആറ്റം മോഡൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തിയെന്ന് അറിയണം അല്ലെ. ഇത് ഡ്രോബാക്ക്. അപ്പം നമ്മൾ നോക്കിക്കേ, ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ദ സ്റ്റെബിലിറ്റി. അദ്ദേഹത്തിന് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അത് എന്താണ് ആ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്? അദ്ദേഹം പറഞ്ഞ പ്രകാരം ആറ്റത്തിന്റെ ചുറ്റും ഈ ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? എനർജീനെ റേഡിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനർജി ലൂസ് ചെയ്യണം. അങ്ങനെ എനർജീനെ ലൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ കറങ്ങി അതിന്റെ എനർജി ലൂസ് ചെയ്ത് അവസാനം ഈ പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയസുമായി വന്ന് കൂട്ടിയിടിക്കണം. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെബിലിറ്റി ഇല്ലാതെയാവുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല? ഒരു ആറ്റത്തിൽ പോലും സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല? നമ്മുടെ റുദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ദാറ്റ് ഇസ് ദ ഡ്രോബാക്ക് ഓഫ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ. ഓക്കെ, അപ്പൊ നമ്മൾ 2 ആറ്റം മോഡൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാം. ആൻഡ് ഓൾസോ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചിട്ട് അറിവ് വേണമെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കോണ്ടന്റ് വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഐ വിൽ ബി ദാർ വിത്ത് യു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് പറഞ്ഞു തരാനും ശ്രീലക്ഷ്മി മിസ് തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. വി ക്യാൻ സീ ഇൻ our next video. Until then, bye bye.